ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഉച്ചയൂണിന് പൊരിച്ച മീൻ കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. പക്ഷെ നമുക്കൊരു മീൻ കിട്ടാത്തൊരു ദിവസമാണെങ്കിലും അന്ന് നമുക്ക് വഴുതന ഫ്രൈ കൊണ്ട് പൊളിക്കാം. വഴുതന ഫ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 3 വഴുതന എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി എടുക്കുന്നതായിരിക്കും നല്ലത്. എരി കുറവും നല്ല കളറും കാണും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി. പിന്നെ നമ്മുടെ ഗരം മസാല. ഞാനിവിടെ ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. യോജിപ്പിക്കണം. ഞാൻ കറിവേപ്പില എടുത്ത് വെച്ചിട്ട് ഇടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ആക്കി ഒരു 2 മിനിറ്റ് വെക്കണം. ഇതിപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചട്ടി വെക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇത് ഫസ്റ്റ് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് ആദ്യത്തെ ഇത് ഇട്ടേക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആവാറായി. ഇനി ഇതിനെ തിരിച്ചിടണം. കരിഞ്ഞു പോവാണ്ട് ഒരു മീഡിയം ടു സിം ഫ്ലെയിമിലൊക്കെ വെച്ച് നന്നായിട്ട് തിരിച്ചും മറിച്ചും വിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം. പൊരിച്ച മീൻ ചോറ് കൂട്ടി കഴിക്കുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് ഈ വഴുതന ഫ്രൈയും. ഒരു ഏകദേശം കുറച്ചൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് കോരി മാറ്റാറായി. ഇനി എൻ്റെ അടുത്ത് കുറച്ചുകൂടി ഫ്രൈ ആക്കാനുണ്ട്. അതുകൂടെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ വഴുതന ഫ്രൈ ശരിക്കും നമ്മുടെ ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ പുളിശ്ശേരിയാണ്. നമ്മുടെ പുളിശ്ശേരിയും നമ്മുടെ കുത്തിരിച്ചോറും ഈ വഴുതന ഫ്രൈയും കൂടെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നൊരു ഐറ്റമാണ്. പച്ചക്കറിയുടെ കൂടെയൊക്കെ വഴുതന ധാരാളമായി കിട്ടും. അപ്പോൾ നമ്മുടെ വഴുതന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.